ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ 2017 കാലഘട്ടങ്ങളിലെ നമ്മുടെ ഫ്രീ ഫയർ നമ്മൾ ഇന്ന് കളിക്കാൻ പോകണം. നമ്മൾ 2025 നമ്മൾ 2017 കാലഘട്ടങ്ങളിലെ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലും അതുപോലെ തന്നെ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗെയിം എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയാണ് കളിക്കുക എന്നതിനെ പറ്റിയുള്ള ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓളിൽ വെച്ചേക്കുക എന്നാൽ മാത്രമേ ഞാനിവിടെ ഇതേപോലത്തെ കിടക്കാച്ചി കണ്ടൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ട്രെയിനിങ് ലോബിയിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം പണ്ടത്തെ അതേപോലെ തന്നെ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പണ്ട് കളിച്ചൊരു ഗെയിം ഞാൻ കളിച്ചിട്ടില്ല. മീൻസ് 2017 കാലഘട്ടങ്ങളിൽ ഞാൻ ഫ്രീ ഫയർ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചിട്ടില്ല. ഞാൻ കളി തുടങ്ങിയത് തന്നെ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്താണ്. അപ്പോൾ നിങ്ങൾ എത്ര പേരൊക്കെയാണ് ഫസ്റ്റ് ലൈറ്റ് മുതൽ കളിച്ച പ്ലേയേഴ്സ് ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ എന്നെപ്പോലെ ലോക്ക്ഡൗൺ സമയത്ത് ആരെങ്കിലും തുടങ്ങിയവരൊക്കെ ഉണ്ട് ജസ്റ്റ് അതുകൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇത് നമ്മളെ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിച്ചേക്കുക. അപ്പോൾ നോക്കുക നമ്മൾ എങ്ങനെ എയറോപ്ലെയിനിലൊക്കെ എത്തിയിട്ടുണ്ട്, മീൻസ് പ്ലെയിനിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. പഴയ മാപ്പിൽ അതേപോലെ തന്നെ ജമ്പ് ചെയ്യുന്ന ഭാഗം നമ്മൾ എവിടേക്ക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കൈ തട്ടി എവിടെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പീക്കിൽ ഇറങ്ങണം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഇറങ്ങിയത് ഏതൊരു സ്ഥലത്താണ് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ പണ്ടുള്ള പോലെ ഒരു മുട്ട പോലൊരു സംഭവം, മീൻസ് പണ്ട് കേക്ക് എന്നൊക്കെ പറയുമായിരിക്കും, അതുപോലൊരു സാധനം ജസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക നമ്മൾ ഫസ്റ്റ് ലൈറ്റിൻ്റെ കോസ്റ്റ്യൂം, മീൻസ് ഫസ്റ്റ് ലൈറ്റിലുണ്ടായിരുന്ന നമ്മുടെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലോട്ടും ജമ്പ് ചെയ്ത് കയറാൻ പറ്റുന്നില്ല. മീൻസ് ഇതൊരു ഫാൻ മെയ്ഡ് ഗെയിം ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൺസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഗൺസ് കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പം ജസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ കിളിവീട് കാര്യങ്ങളൊക്കെ കാണിച്ചത്. പണ്ടുണ്ടായിരുന്ന കിളിവീട് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇതിനേക്കാൾ ഒന്നുകൂടെ ഗ്രാഫിക്സ് ഉണ്ടാവും. ജസ്റ്റ് ഇതൊരു ഓഫ്ലൈൻ ഗെയിം ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കുറവുകളുണ്ടാവും. അപ്പോൾ നോക്കണം അത്യാവശ്യം അതേപോലെ തന്നെ ഏകദേശം ഫാൻ മെയ്ഡ് ഗെയിം ആണെങ്കിൽ ഏകദേശം പഴയ ഫ്രീ ഫയറിൻ്റെ ഒരേ കട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചൊരു ഗെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കിളിവീട് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം വേറെ എവിടേക്കല്ല, നമ്മളൊരു ഡാം. കുറേ പേർക്ക് അറിയാമെന്ന് വിചാരിക്കും. കുറേ പേര് കളിക്കുന്ന സമയത്ത് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഡാമൊക്കെ, മീൻസ് നമ്മുടെ ഒബ്സർവേറ്ററിയുടെ അവിടെ നിന്നായിട്ട് തോന്നും, അല്ല സോറി നമ്മുടെ മില്ലിൻ്റെ ഭാഗത്തായിട്ട് ഡാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതൊന്നും നേരത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കാണിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ ഒരുപാട് ലെങ്ത്തായി പോകും വീഡിയോ. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ഭാഗം, നമ്മൾ ഇനി നേരെ പീക്കിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ഫൈനലി നമ്മളാണ് ഈ ഒരു വീടിൻ്റെ അങ്ങോട്ട് എത്തിയത്, മീൻസ് നമ്മുടെ പീക്കിൻ്റെ ഏകദേശം ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്, ഒരു ഓപ്പൺ ഗ്രൗണ്ടിലോട്ട് എത്തിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടാൽ മനസ്സിലാകും. കുറേ പേരൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ കളിച്ചതാവും, ഒരുപാട് പേർക്കുള്ള മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ട് കൂടെയാണ് നമ്മൾ ഈ ഒരു പീക്ക് എന്ന് പറയുന്നത്. കുറേ പേർക്ക് അറിയാമെന്ന് വിചാരിക്കും, കുറേ പേർക്ക് പേടി സ്വപ്നമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പീക്കിലെ മെയിൻ വീടുകൾ ഈ രണ്ട് മെയിൻ വീടുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റത്തില്ല. നമ്മൾ 2025 നമ്മുടെ ഫ്രീ ഫയറിൽ ഇത് 2017 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കും. ഇതാണ് നമ്മുടെ കിളിവീടെന്ന് നമ്മുടെ പീക്കിലെ തറവാടെന്ന് പറയുന്നത്. കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നതിൽ. കുറേ ദിവസങ്ങളായി നമ്മൾ വോയിസ് ഓവറിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാടെന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാമെന്ന് വിചാരിക്കും. ജസ്റ്റ് ഒന്ന് പുറത്തോടെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറിയിട്ട് എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. മീൻസ് അവിടെ ഉണ്ടായിരുന്ന അതേപോലത്തെ സ്ഥലങ്ങൾ തന്നെയാണ്, അതേപോലെ മുറിച്ച് വെച്ച പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ലൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ട് കൂടെയാണ്. ഇതിന് മേലോട്ട് കയറി കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇപ്പോൾ കളിക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പടവറാണ് സാധാരണ പതിവ്. പണ്ടൊക്കെ ഇപ്പോൾ അങ്ങനെ കളിക്കാറില്ല, മീൻസ് ഇപ്പോൾ നമുക്ക് പീക്ക് കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്പോൾ നമ്മുടെ പീക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം എത്ര പേർക്ക് തിരിച്ചു വരുന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ സ്പോട്ടുകളാണോ ഞാൻ കാണിക്കേണ്ടത് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണിക്കുക. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ആ സ്പോട്ടുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എനിമീനെ അടിക്കുന്ന ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിമീനെ നമ്മൾ അടുത്തോട്ട് വന്നിട്ട് അപ്പോൾ നോക്കുക, നമ്മുടെ ബാഗ് നേരെ നിൽക്കുക. ബാഗിലെടുത്താൽ മാത്രമേ നമുക്ക് ഓരോ ഗൺസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. AK UAV കുറച്ച് ഗൺസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എനിമീനെ കൊന്നു, പക്ഷേ കിൽ ഫീൽഡ് ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ
തന്നെ എനിക്ക് കില്ല് കിട്ടിയതും കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ഫാൻ മെയ്ഡ് ഗെയിമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ മെഡിക്കിറ്റ് ലൂട്ട് ചെയ്യണം തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഓരോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, എനിക്ക് കറക്റ്റായിട്ട് തോന്നില്ലൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്തൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതൊന്നും കമൻറ്റ് ഇട്ടേക്ക്. ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു പഴയ ഫ്രീ ഫയർ ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, കൂടാതെ നമ്മുടെ ചാനൽ സബ് ചെയ്തേക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മളെ ഏതൊക്കെ സ്ഥലങ്ങളാണോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് അവിടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.